നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കൈകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ 4.5 കിലോമീറ്റർ നീന്തിക്കടന്ന കോതമംഗലം സ്വദേശിയായ 7 വയസ്സുകാരനെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം ഇടുക്കി ദേശീയ യുവജന ദിനം ആചരിച്ചു. ഓർത്താഡ് സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 14-ന് ആരംഭിക്കും. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ സുധീരം മുന്നോട്ടു പോകണമെന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്ന് PJ ജോസഫ് MLA. വാർത്തകൾ വിശദമായി. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകൾ സർക്കാരിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിടുന്ന അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെയാണ് KPSMA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ചുയർത്തുന്നതിൽ മാനേജ്മെന്റുകൾ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലം. അത് എല്ലാ അർത്ഥത്തിലും അനുഭവവേദ്യവുമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാൻ ആവശ്യത്തിന് സൗകര്യം ഒരുക്കുവാൻ സർക്കാരിനേക്കാൾ ഒരു പടി മുന്നേ കടന്ന് നമ്മുടെ മാനേജ്മെന്റുകളാണ് മുൻപോട്ട് വന്നത്. അത് ഈ നാടിൻ്റെ ചരിത്രമാണ്. ഇവിടെ മാനേജ്മെന്റ് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ സിംഗിൾ മാനേജ്മെന്റുകളുമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഏജൻസികളുമുണ്ട്. നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റ് ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇതായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ സിംഗിൾ മാനേജ്മെന്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രതിസന്ധികൾ അത് യഥാസമയം യഥാവിധി സർക്കാരിനെ അത് അറിയിക്കുവാൻ സർക്കാർ ഇത്തരുണത്തിൽ വെച്ചു പുലർത്തേണ്ടതായിട്ടുള്ള നീതിപൂർവമായ ഇടപെടലുകളെ സംബന്ധിച്ച് ശക്തമായ നിലപാട് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമര പരിപാടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രയോ ത്യാഗം സഹിച്ചാണ് ഈ സ്കൂളുകളൊക്കെ യാഥാർത്ഥ്യമാണ്. സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിലാണ് ആ സ്കൂളുകളെല്ലാം ഇപ്പോൾ നിലനിന്നു പോകുന്നതും അവിടെ വികസന പ്രവർത്തനങ്ങളും അവിടെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മാറ്റങ്ങളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകും. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CM ഷെരീഫ് ആശംസകൾ നേർന്നു. സംഘടനാ ജില്ലാ സെക്രട്ടറി AB കുര്യാക്കോസ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം RK ദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ കേശവൻകുട്ടി സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രൊജക്ടിന് അടിമാലിയിൽ തുടക്കം കുറിച്ചു. കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം ഒരുക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഡോക്ടർ കേശവൻകുട്ടി സ്മാരക പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രോജക്റ്റിന് അടിമാലിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ആംബുലൻസ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും പാലിയേറ്റീവ് പദ്ധതിയുടെ ഉദ്ഘാടനവും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ നിർവഹിച്ചു. വിദൂരമായ ഒരു മേഖലയാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ മേഖലയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 13 വർഷക്കാലം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ
ഷെഡ്യൂൾ ST പ്രൈം ആളുകൾ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ആംബുലൻസ് നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും പക്ഷേ ഈ ചെറിയ ആംബുലൻസ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ താലൂക്കാശുപത്രി വാഹനം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല. അതിലൊരു ഈ ട്രസ്റ്റ് ഇപ്പോൾ ചെയ്യുന്ന ഇതിന് മുമ്പ് തന്നെ കുറേ പദ്ധതികളും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഞാൻ ഈ ട്രസ്റ്റിൽ തന്നെ കുറേ ഡോക്ടറിനെ കൂടെ തന്നെ 2 പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു 13ഓളം വരുന്ന 24ഓളം വരുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള സാഹചര്യം ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള മേഖലയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലേക്കുള്ള അടിമാലി B.Ed ട്രെയിനിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നടന്നത്. ബ്രഹ്മചാരിണി വിരക്താമൃത ചൈതന്യ ഭദ്രദീപം കൊളുത്തി. ഗോപി ചെറുകുന്നൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നാരായണൻ വി, അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ, ജയപ്രകാശ്, UN ഹരിദാസ്, KN സാജു, ഡോക്ടർ A പ്രമീള, മോഹനൻ, നിമ്മി പീതാംബരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഡോക്ടർ കേശവൻകുട്ടി അനുസ്മരണം നടന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം ഇടുക്കി ദേശീയ യുവജന ദിനം ആചരിച്ചു. തൊടുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് VR ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റിയാസ് ക്ലാസ് നയിച്ചു. യുവജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ചാണ് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം ഇടുക്കി ദേശീയ യുവജന ദിനം ആചരിച്ചത്. തൊടുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് VR ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളിൽ ഒത്തിരി ശക്തികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ശക്തി നിങ്ങൾ കണ്ടെത്തുക, അതിനെ തട്ടി ഉണർത്തുക. അത് നിങ്ങൾക്ക് വിജയം കൈവരിക്കും. ഒരു ഉദ്ധരണി ഞാനിവിടെ പറയുകയാണ്. നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗല മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. അതിനെ തട്ടി ഉണർത്തി വിട്ടുവിടുകിൽ അതുതാൻ നിങ്ങൾക്കോ കാമധേനു സഹചരി. ഈ വാക്കുകൾ കേട്ടണ്ട? ഈ ഉദ്ധരണി കേട്ടില്ല? പറയാം. നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗല മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു. അതിനെ തട്ടി ഉണർത്തു വിട്ടുവിടുകിൽ അതുതാൻ നിങ്ങൾക്ക് കാമധേനു സഹചരി. അതായത് എങ്കിലും നിങ്ങളിലെല്ലാം ഒരു ശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ തിരിച്ചറിയുക. അത് പല വിധത്തിലാവാം. കലാപരമാവാം, കായികപരമാവാം, മറ്റു കാര്യങ്ങളാവാം. അതിനെല്ലാം നിങ്ങൾ തട്ടി അത് കണ്ടെത്തുക. അതിനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണെങ്കിൽ നിങ്ങളെ വിശ്വത്തെ പോലെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റിയ കഴിവുണ്ടാവും. ആഗോള ഐക്യത്തിന് യുവജനങ്ങളുടെ പങ്കെന്ന വിഷയത്തിൽ വിമുക്തി മെന്ററിലെ മുഹമ്മദ് റിയാസ് ക്ലാസ് നയിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ശങ്കർ MS, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ സഹൽ, തൊടുപുഴ നഗരസഭ യൂത്ത് കോർഡിനേറ്റർ സാജു എബ്രഹാം, വൈസ് പ്രിൻസിപ്പൽ, ന്യൂമാൻ കോളേജ് യൂത്ത് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഓർത്താഡ്സ് സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 14-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണി, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, സബ് കളക്ടർ അരുൺ S നായർ IAS എന്നിവർക്കൊപ്പം ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മിലൻ ജോയി, നയാനിക, ഫ്ലവേഴ്സ് സ്റ്റാർ സിംഗർ റണ്ണറപ്പ് ഗ്രാഷ്മ, സിനിമാ താരം നൂറിൻ ഷെരീഫ് തുടങ്ങിയവരും പങ്കെടുക്കും. ഉദ്ഘാടന ദിവസം വിവിധ കലാപരിപാടികളും കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓർത്താഡ് സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ 14-ന് ആരംഭിക്കും. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണി, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, സബ് കളക്ടർ അരുൺ S നായർ IAS, അരൂർ MLA ദിലീമ ജോജോ, ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ്, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഡയറക്ടർ മെൽബിൻ മാത്യു, വാർഡ് കൗൺസിലർമാരായ മുഹമ്മദ് അഫ്സൽ, ശ്രീലക്ഷ്മി സുദീപ്, സിനിമാ താരം നൂറിൻ ഷെരീഫ്, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മിലൻ ജോയ്, നയാനിക, ഫ്ലവേഴ്സ് സ്റ്റാർ സിംഗർ റണ്ണറപ്പ് ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുക്കും. തൊടുപുഴ ഓർത്താഡ്സ് സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 14-ാം തീയതി നാളെ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് തൊടുപുഴ ബോയ്സ് സ്കൂൾ ഫെഡറേറ്റ് ക്യാബിൻ സ്റ്റേഡിയത്തിൽ ഗംഭീരമായ ശോഭമായ ഉദ്ഘാടന ചടങ്ങുകളോടുകൂടി ആരംഭിക്കുകയാണ്. PJ മാത്യു പന്തയ്ക്കൽ മെമ്മോറിയൽ എവർലോൺ ട്രോഫി
ഗാന്ധി സ്റ്റഡി സെൻറ്റർ ട്രോഫിയും ക്യാഷ് അവാർഡുമാണ് ടൂർണമെൻറ്റ് വിജയിക്കുന്ന വിജയികൾക്കായി നൽകപ്പെടുന്നത്. 4000-ഓളം പേർക്ക് ഇരുന്ന് കളി കാണുവാനുള്ള ഗ്യാലറി ആണ് ക്ലബ്ബ് സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇരിക്കാൻ ഒരു 300 പേരുടെ ഗ്യാലറി സൗകര്യം കൂടി നമ്മൾ ഇത്തവണ ടൂർണമെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുര്യാക്കോസ്, തൊടുപുഴ MLA ശ്രീ PJ ജോസഫ്, ഉടുമ്പൻചോല MLA സഖാവ് MM മണി, അരൂർ MLA സഖാവ് ദിലീമ ജോജോ, ഇടുക്കി സർക്കാർ അരുണസ് നായർ IAS, തൊടുപുഴ നഗരപിതാവ് ശ്രീ സനീഷ് ജോർജ്, ഗാന്ധി സ്റ്റഡി സെൻറ്റർ വൈസ് ചെയർമാൻ ശ്രീ അനു ജോൺ ജോസഫ്, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഡയറക്ടർ മെൽവിൻ മാത്യു പന്തക്കൽ, വാർഡ് കൗൺസിലറുമായ മുഹമ്മദ് അഫ്സൽ, കുമാരി ശ്രീലക്ഷ്മി സുദീപ്, ഫിലിം സ്റ്റാർ നൂറിൻ ഷെരീഫ് എന്നിവർ പങ്കെടുക്കുന്നു. ഉദ്ഘാടനം മുന്നോടിയായി ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗറിലൂടെ നമ്മളെല്ലാം ഹൃദയം കവർന്ന മിലൻ ജോയ്, നയാനിക, ഫ്ലവേഴ്സ് ചാനൽ സിംഗർ ഗ്രീഷ്മ മുതലായവർ പങ്കെടുക്കുന്നതാണ്. ഉദ്ഘാടന ദിവസം വിവിധ കലാപരിപാടികളും കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് PH കുഞ്ഞിത്തമ്പി, സലീം, സക്കീർ EK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ 4.5 കിലോമീറ്റർ നീന്തിക്കടന്ന കോതമംഗലം സ്വദേശിയായ 7 വയസ്സുകാരനെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ സന്ദീപ് ജി നായരുടെയും അഞ്ജലിയുടെയും മകനും കോതമംഗലം ഇന്റർനാഷണൽ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ സാത്വിക് സന്ദീപാണ് 35 മിനിറ്റ് കൊണ്ട് വൈക്കം ബീച്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്ക് നീന്തിക്കടന്ന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിംഗിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കോതമംഗലം വാരപ്പെട്ടി പഞ്ചായത്ത് പിടവൂർ തുരുത്തിക്കാട്ട് വീട്ടിൽ സന്ദീപ് ജി നായരുടെയും അഞ്ജലിയുടെയും മകനും കോതമംഗലം ഇന്റർനാഷണൽ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ സാത്വിക് സന്ദീപ് 1 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ടാണ് കൈകൾ ബന്ധിച്ച് രാവിലെ 8:40 കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്ക് നീന്തി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 2 കൈകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് സാത്വിക് സന്ദീപ്. കോതമംഗലം ഡോൾഫിൻ ക്ലബ്ബിൽ നിന്നാണ് പരിശീലനം നേടിയത്. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, വൈസ് മുനിസിപ്പൽ ചെയർമാൻ PT സുഭാഷ്, കൗൺസിലർ ബിന്ദു ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ വൈക്കം ബീച്ചിൽ നിന്നും നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. സാഹസിക നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ സാത്വിക് സന്ദീപിന്റെ കൈകളിലെ ബന്ധനം അരൂർ MLA ദിലീമ ജോജോ അഴിച്ചുമാറ്റി. അനുമോദന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അധ്യക്ഷനായി. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, സ്കൂൾ പ്രിൻസിപ്പൽ ജിൻസ് പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 1 മണിക്കൂർ 35 മിനിറ്റ് നീണ്ടുനിന്ന സാഹസിക യാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ആളുകളുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അമേരിക്കൻ ഗവേഷണ വിദ്യാർത്ഥികൾ മലങ്കര എസ്റ്റേറ്റിലെ പൈനാപ്പിൾ തോട്ടം സന്ദർശിച്ചു. കേരളത്തിലെ വിവിധ കൃഷി രീതികളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. അമേരിക്കയിലെ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ വിദ്യാർത്ഥികളാണ് പഠന സന്ദർശനത്തിന്റെ ഭാഗമായി മലങ്കര അണക്കെട്ടിന് സമീപത്തെ പൈനാപ്പിൾ തോട്ടത്തിലെത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 14 പേർ സംഘത്തിലുണ്ടായിരുന്നു. കൃഷിയിടത്തിലെത്തിയ വിദ്യാർത്ഥി സംഘം കർഷകരിൽ നിന്നും കൃഷി രീതികളെക്കുറിച്ചും അവയ്ക്കായി അവലംബിക്കുന്ന മാർഗങ്ങൾ, സംസ്കരണം, വിപണി കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കി. കേരളത്തിലെ സ്ഥലങ്ങളും കാർഷിക വിളകളും ഏറെ കൗതുകവും താല്പര്യവും ഉണർത്തിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. I chose to come to India because I've never been out of America, so this was a completely new experience for me. I've always wanted to travel to India. I've had some friends travel and they said it's a beautiful place. And in Iowa where we're from, it's all corn and soybeans, so there's no pineapple production, no bananas, no coconuts, none of this. So it was all completely new to me, and it was awesome to come here and learn all the different parts about the agriculture. All the farmers have been so nice, treated us so well, so hospitable, and just it's so green, it's so beautiful here and so warm. In Iowa, it's a very rural,
a lot of corn and soybeans that are being grown. Two of my friends from college are from India, so they really encouraged me to go on this trip, and after coming here I don't regret it whatsoever. Kind of like what Emily said, being able to learn about all the different aspects of cultivation of pineapple, banana, cocoa, all of those crops is just honestly amazing, because we don't have that in the States at all, really. And being able to learn about that in our class and compare it to the actual production has been amazing so far. പ്രൊഫസർമാരായ അജയ് നായർ, ആലിസൺ റോബർട്ട്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെത്തിയത്. സംഘത്തിലുള്ള കുറ്റിപ്പുറം സ്വദേശിയായ അജയ് നായർ കഴിഞ്ഞ 21 വർഷമായി അയോവ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. ഞങ്ങളൊരു 12 പിള്ളേരായിട്ട് അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, US ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുന്ന് ഒരു 15 ദിവസത്തിന് നാട്ടിലേക്ക് വന്നതാണ്. ഈ അണ്ടർ ഗ്രാജുവേറ്റ്സ്, ഈ പിള്ളേർ ഹോർട്ടിക്കൾച്ചർ ഗ്രാജുവേറ്റ്സ് ആണ്. ചിലർ എഗ്രോണമി പഠിക്കുന്നു, ചിലർ ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ പഠിക്കുന്നു. അവർ ഈ നാട്ടിൽ വന്നിട്ട്, നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലത്തെ കൃഷി, അതായത് ഇവിടുത്തെ ക്രോപ്സ് മനസ്സിലാക്കുക. ഈ പല ക്രോപ്സ് ഇവിടെ ഗ്രോ ചെയ്യുന്നത് US അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പൈനാപ്പിൾ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ടീ ആയി, കോഫി ആയി, അതൊന്നും അവർക്ക് അവരുടെ എക്സ്പീരിയൻസ്, വാനില. അപ്പോൾ അതൊക്കെ പഠിക്കാനും അതിൻ്റെ കൃഷി എങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ക്രോപ്പ്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നത്. എറണാകുളത്തെ പൊക്കാളി കൃഷി, നെല്ല്, മൂന്നാറിലെ തേയിലത്തോട്ടം, കുമളിയിലെ ഏലം എസ്റ്റേറ്റ് എന്നിവയും ഇതിനോടകം സംഘം സന്ദർശിച്ചു കഴിഞ്ഞു. 2023 ഡിസംബർ 31 കേരളത്തിലെത്തിയ സംഘം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനുവരി 15 തിരികെ മടങ്ങും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ സുധീരം മുന്നോട്ടു പോകണമെന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്ന് PJ ജോസഫ് MLA. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ ദേശീയ യുവജന വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷ പരിപാടിയായ ദേശീയ യുവജന വാരാഘോഷം ജില്ലാതലത്തിൽ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ ആരംഭിച്ചു. തൊടുപുഴ MLA PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ സുധീരം മുന്നോട്ടു പോകണമെന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ലോകം എപ്പോഴും ആവേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ ദിനം യുവജനമായി ആചരിക്കുന്നു. യുവജനങ്ങളാണ് രാജ്യത്തിന്റെ ശക്തി, പ്രദേശത്തിന്റെ ശക്തി, മാനവമുഖത്തിന്റെ ശക്തി. യുവജനങ്ങളിൽ പ്രതീക്ഷ മുന്നോട്ട് പോകാം. ഈ ദിനം ആചരിക്കാൻ വേണ്ടി എടുത്ത സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. ഇടുക്കി നെഹ്റു യുവകേന്ദ്രവും ജില്ലാ യൂത്ത് ക്ലബ്ബും ചേർന്ന് തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൊടുപുഴ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടും യുവജനങ്ങളുടെ ഭാവി കരുപിടിപ്പിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനമന്ത്രിയുടെ യുവജന സന്ദേശത്തിന്റെ വീഡിയോ പ്രദർശനവും വിവിധ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ VN സുരേഷ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സുരേഷ് ബാബു, സ്കൂൾ സെക്രട്ടറി അനിൽ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ യൂത്ത് ക്ലബ്ബ് സെക്രട്ടറി N. രവീന്ദ്രൻ സ്വാഗതവും ട്രഷറർ AP മുഹമ്മദ് ബഷീർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പൽ ലൈബ്രറിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 2 ആഴ്ചയായി. പത്രങ്ങളും മറ്റും വായിക്കുന്നതിനായി നിരവധി വായനക്കാരാണ് ഇവിടെ എത്തുന്നത്. കറണ്ട് ഇല്ലാത്തത് മൂലം ഇവർ ബുദ്ധിമുട്ടുകയാണ്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അടുക്കി വയ്ക്കുന്നതിനുമായി പ്രയാസപ്പെടുകയാണ് ലൈബ്രറിയനും വായനക്കാരും. ഈ കെട്ടിടവും ശോചനീയാവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്ന് പ്രതിരോധ സമിതി യോഗം അറിയിച്ചു. പത്രങ്ങളും മറ്റും വായിക്കുന്നതിനായി ദിവസേന നിരവധി വായനക്കാരാണ് തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ വായനശാലയിലെത്തുന്നത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ഇവിടെ വരാന്തകളിലും മറ്റും നിന്നുമാണ് ഇവർ വായിക്കുന്നത്. പുസ്തകം നോക്കിയെടുക്കുന്നതും അടുക്കി വെക്കുന്നതുമെല്ലാം ഇതോടെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇതേ കെട്ടിടത്തിൽ ലൈബ്രറിക്ക് ചുറ്റുമുള്ള മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം വൈദ്യുതിയുണ്ട്. ലൈബ്രറിയിൽ മാത്രം വൈദ്യുതി മുടങ്ങിയതിന്റെ കാരണം എന്തെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലെന്ന് ലൈബ്രറി ജീവനക്കാർ ആരോപിച്ചു. 2 ആഴ്ചയായിട്ടും തകരാർ പരിഹരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് വായനക്കാർ പറഞ്ഞു. ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രതിരോധ സമിതിയുടെ മുന്നറിയിപ്പ്. വായനശാല സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും ശോചനീയാവസ്ഥയിലാണെന്നും ആരോപണമുണ്ട്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന നിലയിലാണ് ഇവിടം.
ഭിത്തിയിലെ വിള്ളലുകളും കോൺക്രീറ്റ് പാളികൾ ഇളകിക്കിടക്കുന്നതുമെല്ലാം ഭീതി സൃഷ്ടിക്കുന്നതാണെന്ന് വായനക്കാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം നഗരസഭാ ഓഫീസിന് മുന്നിൽ മാംസക്കടക്കാരനായ നരീക്കമറ്റം ഷംസുദ്ദീൻ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് കേരള കാറ്റിൽ മർച്ചന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ ടോമിയുമായി നടന്ന ചർച്ചയിൽ സമരം പിൻവലിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ തിരികെ നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. മാംസ കച്ചവടക്കാരനായ നരീക്കമറ്റം ഷംസുദ്ദീനാണ് തന്റെ മാംസക്കട നഗരസഭാ അധികൃതർ പൂട്ടിച്ചതിനെതിരെ 3 ദിവസമായി പ്രതിഷേധ ഉപവാസ സമരം കോതമംഗലം നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ നടത്തിയിരുന്നത്. കോതമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം ഷംസുദ്ദീനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇയാൾ വഴങ്ങാതെ സമരം തുടരുകയായിരുന്നു. ഉപവാസ സമരം 3ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നത്. കേരള കാറ്റിൽ മർച്ചന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ ടോമിയുമായി നടന്ന ചർച്ചയിൽ സമരം പിൻവലിക്കുവാൻ ധാരണയായി. ഇതേ ഈ സമയത്ത് കുമാരൻ ഭരിക്കുന്ന കോങ്ങാട് പഞ്ചായത്ത് നടത്തി. ഞങ്ങൾ ഈ വിഷയമായിട്ട് ഞങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടു. അവരെ മാന്യമായി കൈകാര്യം ചെയ്തു. വില CC എന്ന് പറഞ്ഞു. കടകളൊന്നും CC ചെയ്യാനുള്ള അതിനാണ്. ഇപ്പോൾ റവന്യൂ ഇൻസ്പെക്ടറുടെ പരിധി എന്താണെന്ന് നമുക്കറിയാം സാർ. ഞങ്ങളൊക്കെ പൊളിറ്റീഷ്യൻസാണ്. ഞങ്ങളൊക്കെ വിവിധ രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇതിനുള്ളതൊക്കെ ഇത് ഇൻഡിപെൻഡന്റ് സംഘടനയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മുതൽ നശിപ്പിക്കാൻ, ഈ ജീവിത മാർഗം എടുത്ത് വണ്ടിയിലിട്ട് നശിപ്പിക്കാനും അത് കത്തിക്കാനും അത് ഞങ്ങളെ കാണാതെ കൊണ്ടുപോയിട്ട് തരം എന്താ ഞാൻ പറയുന്നത് മോഷണത്തിന്റെ രൂപല്ലേ ഇതിന് സാർ. കാരണം നമ്മൾ കൂട്ടിക്കിടക്കുന്ന കട നിങ്ങൾ ബലം പ്രയോഗിച്ച് തുറന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കൂടി ഒരു വണ്ടിയിലിട്ട് കൊണ്ടുപോകും. അതിനൊക്കെ ഏത് നിയമം സാർ? ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നും പിടിച്ചെടുത്ത സാധനങ്ങൾ തിരികെ നൽകുമെന്ന് അധികൃതർ പറഞ്ഞു. കൂടാതെ നഗരസഭാ പരിധിയിൽ നിലവിലുള്ള കച്ചവട സ്ഥലത്ത് പരാതി ഉള്ളതിനാൽ മറ്റെവിടെയെങ്കിലും സൗകര്യം കണ്ടെത്തി കച്ചവടം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും ഉറപ്പു നൽകി. ഇതോടെയാണ് സമരം പിൻവലിച്ചതായി അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജനസമൂഹം അണുകുടുംബ സംസ്കാരത്തിലേക്ക് വഴിമാറുമ്പോൾ ഉറവിട മാലിന്യ സംസ്കരണമെന്ന ആശയം പരിപൂർണമായി പ്രാവർത്തികമാക്കുന്നതിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ തുമ്പൂർമൊഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം കടമാക്കുഴി രാജീവ് ഗാന്ധി ദശലക്ഷ ഭവന പദ്ധതി കോളനിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന നഗരസഭയിൽ വാർഡ് തലത്തിൽ ആദ്യം പ്രവർത്തനം ആരംഭിച്ച തുമ്പൂർമൊഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം കടമക്കുടി രാജീവ് ഗാന്ധി ദശലക്ഷം ഭവന പദ്ധതി കോളനിയിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജനസമൂഹം അണുകുടുംബ സംസ്കാരത്തിലേക്ക് വഴിമാറുമ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം എന്ന ആശയം പരിപൂർണമായി പ്രാവർത്തികമാക്കുന്നതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഒരു വാർഡിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു തുമ്പൂർമൊഴി വെക്കുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ 100-150 വീടുകളുണ്ട്. അപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 2, 2.5 അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലത്താണ്. അന്നേരം നമുക്ക് അവിടെ നിന്നുള്ള പ്ലാസ്റ്റിക് കുപ്പികളാകട്ടെ അല്ലെ ബോട്ടിലുകളാകട്ടെ അതൊക്കെ നമുക്ക് മാസം തോറും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ കുപ്പിച്ചില്ലുകൾ അങ്ങനെയുള്ള അതുപോലെ തന്നെയുള്ള ബാഗുകൾ വസ്ത്രങ്ങളൊക്കെ തുടങ്ങിയതൊക്കെ നമ്മൾ വർഷത്തിൽ 1-2 വീതം എടുക്കുന്നുണ്ട്. എന്നാൽ അഴുകുന്ന നമ്മുടെ വസ്തുക്കൾ, അതായത് ഭക്ഷണമാകാം അല്ലെങ്കിൽ പച്ചക്കറികളാകാം, അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഒരിടത്ത് കൊണ്ടുവന്ന് കളയാനോ അല്ലെങ്കിൽ അതിനൊരു വേസ്റ്റ് എവിടെയും കളയാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്കില്ല. കാരണം നമുക്കറിയാം 2-2.5 സെൻറ്റ് സ്ഥലം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കോളനിയാണ്. അപ്പം പ്ലാസ്റ്റിക്കുകളും കുപ്പിച്ചില്ലുകളും ഒഴിച്ച് അഴുകുന്ന എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടിടാം. അത് ഒരു വളമായി മാറുന്നതിന് നമുക്ക് ഇനോക്കുലമുണ്ട്. അത് കറക്റ്റായിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് അത് ചെയ്താൽ ശകലം പോലും സ്മെല്ലില്ലാതെ ഒരു 5-6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ റീയൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള വളമായിട്ട് നമുക്കത് കിട്ടും. അന്നേരം നമ്മളത് നോക്കേണ്ടത് ആരാണോ അത് കൈകാര്യം ചെയ്യുന്നത് അത് കറക്റ്റായിട്ട്, ഇപ്പം നമ്മുടെ ആരോഗ്യ വിഭാഗം പറയുന്നത് പോലെ ഏതളവിലാണോ നമുക്ക് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയും എത്ര അളവിലാണോ ഇനോക്കുലം അതിൽ തളിക്കുകയും ചെയ്യേണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. കാരണം അത് കറക്റ്റായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ വരുന്ന ദൂഷ്യം എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് വീടുകളുണ്ട്. അപ്പം നമുക്കിത് ഗുണത്തെക്കാളേറെ ദൂഷ്യം ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ അഴുകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അഴുകുകയില്ല, അത് വളമായി മാറുകയില്ല. അപ്പം നിങ്ങൾ നടത്തുന്ന പച്ചക്കറിയോ അല്ലെങ്കിൽ പൂച്ചെടികളോ ഒക്കെ പൂച്ചെടിക്കൊക്കെ വളമായിട്ട് ഒരു ജൈവ വളമായിട്ട് ഏറ്റവും നല്ല വളമായിട്ട് നമുക്കത് നിർമ്മിക്കാനായിട്ട് സാധിക്കും.
റോഡും തോടും പൊതുസ്ഥലങ്ങളും തങ്ങൾക്ക് ആവശ്യമില്ലാത്തതെന്തും വലിച്ചെറിയാനുള്ള ഇടങ്ങളല്ലെന്ന് വളരുന്ന തലമുറയെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് മുതിർന്നവരാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷനായി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. സജിമോൾ ഷാജി, ഷജി തങ്കച്ചൻ, ജിൻസ് സിറിയക്, സൗമ്യ മോൾ, സാബു കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ആശ്രയം UAE അജ്മാൻ റിയൽ സെന്ററിൽ ജിംഗിൾ ആൻഡ് മിംഗിൾ എന്ന പേരിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. രക്ഷാധികാരിയും റിയൽ വാട്ടർ ആൻഡ് റിയൽ സെന്റർ MDയുമായ നെജി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവാസി ലീഗൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺസൺ ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. കോതമംഗലം മൂവാറ്റുപുഴ നിവാസികളുടെ കൂട്ടായ്മയായ ആശ്രയം UAE അജ്മാൻ റിയൽ സെന്ററിൽ ജിംഗിൾ ആൻഡ് മിംഗിൾ എന്ന പേരിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് റഷീദ് കോട്ടിലിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരിയും റിയൽ വാട്ടർ ആൻഡ് റിയൽ സെന്റർ MDയുമായ നെജി ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷാധികാരിയും സേഫ് കെയർ ഹോൾഡിംഗ് COയുമായ ഉമർ അലി മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിഭാഗം പ്രസിഡന്റ് സിനിമോൾ അലിക്കുഞ്ഞ്, ജനറൽ സെക്രട്ടറി ശാലിനി സജി, ലോക കേരള സഭാംഗം അനുര മത്തായി, ചാരിറ്റി കമ്മിറ്റി കൺവീനർ സമീർ പൂക്കുഴി, ഷംസുദ്ദീൻ നെടുമണിൽ, ഇന്റർനാഷണൽ ബിസിനസ് ഫോറം വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രസിഡന്റ് TN കൃഷ്ണകുമാർ, ഗ്ലോബൽ പ്രവാസി യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഫരീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രവാസി ലീഗൽ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺസൺ ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. അജാസ് അപ്പാടത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ക്രിസ്മസ് ട്രീ, കേക്ക് ഡെക്കറേഷൻ, കരോൾ ഗാനം എന്നിവയിൽ മത്സരങ്ങൾ നടത്തി. സ്പോർട്സ് കമ്മിറ്റി കൺവീനർ OK അനിൽകുമാർ, ഷാരോൺ, ലതീഷ്, ജിമ്മി, കോയൻ, അഭിലാഷ് ജോർജ്, അബ്ദുൾ അസീസ്, ബോബിൻ, ജിൻഡോ, ഷാജഹാൻ, ബിബിൻ, അനിൽ മാത്യു, ഇല്ലിയാസ്, ഷിജ ഷനവാസ്, ജിതിൻ, മെൽബി എന്നിവർ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾക്കും പരിപാടികൾക്കും നേതൃത്വം നൽകി. ദീപു ചാക്കോ, ഫിദ ഫാത്തിമ എന്നിവർ അവതാരകരായി. കരോൾ ഗാന മത്സരത്തിൽ ദുബായ് ടീം 1-ാം സ്ഥാനവും ഷാർജ ടീം 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ക്രിസ്മസ് ട്രീ മത്സരത്തിൽ ഷാർജ ടീം, അൽ ഐൻ ടീം എന്നിവരാണ് യഥാക്രമം വിജയികളായത്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഫൈൻ ഫെയർ, പിന്നലി, കവർ മാച്ച്, റിയൽ വാട്ടർ തുടങ്ങിയ ഗ്രൂപ്പുകൾ സമ്മാനങ്ങൾ നൽകി. ജനറൽ സെക്രട്ടറി ദീപു തങ്കപ്പൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സജിമോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ശാന്തികാട് പരിസ്ഥിതി സെമിനാർ 16-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഖിലേന്ത്യാ ഫിഷക് പ്രതിഭ അവാർഡ് ജേതാവ് വെമ്പിള്ളിൽ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളിൽ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് MB തമ്പിക്കുട്ടൻ അധ്യക്ഷത വഹിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ശാസ്ത്ര അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുക്കും. സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിക്കും. ദേശീയ ഔഷധ സസ്യ ബോർഡ്, സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, സംസ്ഥാന വനം വകുപ്പ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശാന്തുകാട് കാവ് സംരക്ഷണ സമിതി തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദേശീയ പരിസ്ഥിതി സെമിനാർ 16-ന് കാവിൽ സംഘടിപ്പിക്കുന്നത്. അഖിലേന്ത്യാ ബിഷപ്പ് പ്രതിഭ അവാർഡ് ജേതാവ് വെമ്പിള്ളിൽ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് MB തമ്പിക്കുട്ടൻ അധ്യക്ഷത വഹിക്കും. 2 സെക്ഷനുകളിലായിട്ടാണ് സെമിനാർ. ആദ്യത്തേതിൽ രാവിലെ 10:45-ന് പരിസ്ഥിതി ബോധത്തിന്റെ അനിവാര്യത, ഉച്ചകഴിഞ്ഞ് 12-ന് പ്രകൃതിയും സസ്യജാലങ്ങളും തുടങ്ങിയ വിഷയങ്ങളിലാണ്. രണ്ടാമത്തെ സെക്ഷൻ ഉച്ചയ്ക്ക് 1:30-ന് ആരംഭിക്കും. പരിസ്ഥിതി ദർശനം ആധുനിക കാലത്തെന്ന വിഷയത്തിലാണ് സെമിനാർ. 2:30-ന് കാവ് പര്യടനം. വൈകിട്ട് 3:30-ന് സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിക്കും. നാഗപ്പുഴ ശാന്തികാട് സംരക്ഷിത വനത്തിന്റെ നടക്കുന്ന ഒരു സെമിനാർ, പരിസ്ഥിതി സെമിനാർ. ഒപ്പം തന്നെ ശാന്തികാട് ദേവീക്ഷേത്രത്തിൽ ഉത്സവം. 2 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തേത് ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേരളത്തിൽ ഒരു 11 സംരക്ഷിത വനങ്ങൾ 2010-ൽ അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന വിനയ് വിശ്വം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ശാന്തികാട് സംരക്ഷിത വനം. പക്ഷേ സംരക്ഷിത കാവെന്നൊക്കെ പറയുമെങ്കിലും അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച ഒരു സ്ഥിതിയിലാണ് ആ സ്ഥലം വീണ്ടും കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാലും അവിടുത്തെ ഈ കാവ് സംരക്ഷണ സമിതി, സംസ്ഥാന വനം വകുപ്പ്, അതുപോലെ തന്നെ ഈ വഴിയോര തണൽ വൃക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ഇതിലൊക്കെയായിട്ട് പരിസ്ഥിതി പ്രവർത്തകരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോൾ അവിടെ പുതിയ തരത്തിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാമെന്നും അതിന് കൂടുതൽ സാമ്പത്തിക സഹായം പോലും നൽകുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വെളിച്ചത്തിൽ
ഇത് കൂടുതലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികളാണല്ലോ. അതുകൊണ്ട് അന്ന് ഷാജി തോമസ് എന്ന് പറയുന്ന ഇപ്പോഴും അദ്ദേഹം പരിസ്ഥിതിയാണ് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ സെമിനാർ പങ്കെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഈ കനാല് സൈഡിൽ വഴിയോര പദ്ധതിയുടെ ഭാഗമായിട്ട് കുറേ ലക്ഷ്യങ്ങൾ വനംവകുപ്പുമായിട്ട് സഹകരിച്ച് വെച്ചുപിടിപ്പിക്കുക. ഒപ്പം തന്നെ ഔഷധ സസ്യങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഗം കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിനെ വനംവകുപ്പ് സഹായിച്ചു, ദേവസ്വം ബോർഡ് സഹായിച്ചു. അതൊന്ന് ഫെൻസ് ചെയ്ത് തരാനൊക്കെ വേണ്ടിയിട്ട് 2 ഏക്കർ 53 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്. പിന്നെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, അതുപോലെ ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂള്, കുമാരമംഗലം MKN ഹയർ സെക്കൻഡറി സ്കൂള്, സരസ്വതി വിദ്യാ മന്ദിർ കല്ലൂർക്കാട്, നാഗപ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂള്, ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികളെയും അതുപോലെ തൽപരരായിട്ടുള്ള സയൻസ് അധ്യാപകരൊക്കെ സംഘടിപ്പിച്ചിട്ട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായി. അതാണ് ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സമിതി നല്ല രീതിയിൽ വൃക്ഷങ്ങൾ വളർന്നു വന്നു. അതനുസരിച്ച് 2010 മുതലുള്ള ഈ ഒരു 14 വർഷക്കാലത്തെ ശ്രമഫലമായിട്ട് ധാരാളം 1000-ഓളം ഇനം വൃക്ഷങ്ങൾ അവിടെ വളർന്നു വന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, തൊടുപുഴ ന്യൂമാൻ കോളേജ്, കുമാരമംഗലം MKNM ഹയർ സെക്കൻഡറി സ്കൂൾ, കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ, കല്ലൂർക്കാട് സരസ്വതി വിദ്യാമന്ദിർ, തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സെമിനാറിൽ പങ്കെടുക്കും. പങ്കെടുക്കുന്നവർക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കൈകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ 4.5 കിലോമീറ്റർ നീന്തിക്കടന്ന കോതമംഗലം സ്വദേശിയായ 7 വയസ്സുകാരനെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം ഇടുക്കി ദേശീയ യുവജന ദിനം ആചരിച്ചു. ഓർത്താഡ് സ്പോർട്ടിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 14-ന് ആരംഭിക്കും. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ സുധീരം മുന്നോട്ടു പോകണമെന്ന സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്ന് PJ ജോസഫ് MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.